ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരായ പരാതിയിൽ PV അൻവർ MLA മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു. പാലക്കാട് ഷൊർണൂരിൽ വെച്ചാണ് മൊഴിയെടുപ്പ്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്. നിഖിൽ, വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള പശ്ചാത്തലം എന്താണ്? അത് പുതിയ വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി 100% തള്ളിപ്പറയുന്നതിൽ അൻവറിന്റെ ഒരു പ്രതികരണം കൂടി ഇത് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാമോ നിഖിൽ? തീർച്ചയായിട്ടും ഹാഷ്മി, അൻവറിന്റെ പ്രതികരണം ഈ മൊഴിയെടുപ്പ് പൂർത്തിയായി പുറത്തു വരുമ്പോൾ ഉറപ്പായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാലക്കാട് ഷൊർണൂരിലെ PWD ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ഇപ്പോൾ അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിനിടെ PV അൻവറിനെ തള്ളുന്ന ഘട്ടത്തിൽ തന്നെയാണ്. അതായത് PV അൻവറിനെതിരായിട്ടുള്ള PV അൻവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പാടെ തള്ളുന്നു, PK ശശിക്ക് സംരക്ഷണം ഒരുക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ADGPയുടെ നേതൃത്വത്തിൽ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശൂർ ചെങ്കളം DIGയുടെ നേതൃത്വത്തിൽ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശൂർ DIG ആണ് അൻവറിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അൻവർ നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് അൻവർ ഈ PWD ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേർന്നത്. മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ മലപ്പുറത്ത് വെച്ചൊക്കെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ എത്ര സമയം ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പ് തുടരുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും പുറത്തു വരുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി PV അൻവറിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുന്നു, അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നില്ല, PK ശശിക്ക് പിന്തുണ നൽകുന്നു, ADGPയെ തൽക്കാലം മാറ്റില്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങളിലെല്ലാം PV അൻവറിന്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ അരമണിക്കൂറിലധികമായി PV അൻവറിന്റെ മൊഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ. എന്തായാലും പാലക്കാട് മൊഴിയെടുപ്പ് അത് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ PV അൻവർ എന്ത് പറയുന്നു ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകൾ, അല്ലെങ്കിൽ CPM-മായി ചേർന്ന് പോകുന്ന നാൾ മുതൽ CPM-ന് വേണ്ടി ഒരു പക്ഷേ CPM നേതാക്കളെക്കാൾ കൂടുതൽ വലിയ വീര്യത്തോടെ വാദിച്ചുകൊണ്ടിരുന്ന, സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വാദിച്ചുകൊണ്ടിരുന്ന നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അതിശക്തമായി നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്ന നേതാവാണ്. ആ നേതാവാണ് വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യുന്നതാണോ അങ്ങനെ സംസാരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴിവിട്ട ഇടപാടുകളെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമാണ് അൻവർ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടത്. അതുപോലും അപരാധമായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ ഉറപ്പായും അൻവറിൻ്റെ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിൽ ഒന്നാണ്.